ഇനി കാൽപന്ത് കൊണ്ടൊരു മലയാളി പെൺകുട്ടി കാണിക്കുന്ന മാന്ത്രിക കാഴ്ചകൾ കാണാം. ഖത്തറിൽ ഫ്രീ സ്റ്റൈൽ ഫുട്ബോളറാണ് കക്ഷി. പന്തുകൊണ്ട് അമ്മാനമാടി ഗിന്നസ് റെക്കോർഡിലേക്ക് ഡ്രിബിൾ ചെയ്ത് കയറാൻ ഒരുങ്ങുകൂടിയാണ് ഈ പെൺകുട്ടി. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, ഈ പന്ത് അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് അംന ഷൗക്കത്ത്. ഞാൻ ഒരു ഫുട്ബോൾ ഫ്രീ സ്റ്റൈലറാണ്. കറൻ്റ്ലി ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ റെക്കോർഡ് ഹോൾഡർ. അതെ, അപ്പോൾ എനിക്ക് തന്നെ തിരിച്ചു വന്നല്ലേ. ഏതായാലും ഈ പന്ത് കൊണ്ടുള്ള പിരാന്താണ് അമ്മയെ ഇത്ര കാലം ഇത്ര ദൂരം എത്തിച്ചിട്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗിന്നസ് റെക്കോർഡ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതെന്തായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് ജഗൽസ് ഇൻ 1 minute, അതാണ് സംഭവം. അതിൽ കറണ്ട് റെക്കോർഡ് 339 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 362 ആവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അന്നത്തേല് 300 ക്ലീൻ മാത്രം എടുത്തിട്ട് 362 എത്തിയിട്ടുണ്ട്. അതിന് അവരുടെ സൈഡിൽ നിന്ന് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. ഇതെങ്ങനെയാണ് ഈ ഒരു പിരാന്ത് എങ്ങനെ തുടങ്ങിയത്? ഞാൻ സത്യം പറഞ്ഞാൽ 12th വരെ ബോൾ തൊട്ടിട്ടില്ല. 12th കഴിയുന്നവരെ. പിന്നെ ഇക്കാക്ക സ്പോർട്സിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം സ്കൂളിലുള്ള സമയത്ത് ഇങ്ങനെ പറയൂ, ട്രൈ ആക്കിക്കൂടെ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൂല എന്ന് മനസ്സിലായപ്പോൾ അതിന് പകരം പിരി കയറ്റാൻ തുടങ്ങി. പിന്നെ എന്നെക്കൊണ്ട് ഇത് നടക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഇത് വന്നു, ഒരു വാശി വന്നു. അങ്ങനെ തുടങ്ങിയതെന്ന് പറയാം. ആദ്യം എന്താ തുടങ്ങിയത്? ജഗ്ലിംഗ് ആണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് ആ സമയത്ത് ഫ്രീ സ്റ്റൈൽ എന്താണെന്നുള്ളൊരു ഇത് കറക്റ്റ് ഇത് ഉണ്ടായിരുന്നില്ല. അത് പിന്നെ കോളേജ് എത്തി കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഈ ഒരു ലോകം കറക്റ്റായിട്ട് എത്തിപ്പെട്ടത്. ഫറൂഖിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു. ഫറൂഖിൽ നിന്നാണ് മെയിനായിട്ട് ഒരു ഇതായിട്ട് തുടങ്ങിയത്. അവിടെ എൻ്റെ കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി രാവിലെ ഷൂട്ടിങ്ങിന് ഇതിലൊക്കെ പോയി. ആദ്യം ആൾക്കാരെ മുമ്പിൽ ചെയ്യാനൊക്കെ ഭയങ്കര നാണായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ എണീറ്റ് പോകും ഷൂട്ട് ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അതിൽ ഇപ്പോൾ കുറേ സ്ട്രഗ്ലിംഗ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനത്തെ ഫീൽഡിൽ പെൺകുട്ടികൾ വരാറില്ല. ആ സ്ട്രഗ്ലിംഗ് ഒക്കെ എങ്ങനെ നേരിട്ട്? സ്ട്രഗ്ലിംഗ് നേരിടാൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഉണ്ടായിരുന്നു. സംഭവം അവർക്ക് ആദ്യം ഒരു ചെറിയൊരു എന്തായാലും ഉണ്ടാവുമല്ലോ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ഇതാന്ന് പറഞ്ഞപ്പോൾ അവർ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാശിപ്പുറത്ത് വാശി ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ ഇക്കാക്കാരോടുള്ള ഒരു വാശി എന്ന് വെച്ചാൽ സിബ്ലിംഗ് റൈവൽ. പക്ഷെ അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ ഫ്രീ സ്റ്റൈലിലെത്തി അപ്പോൾ അവരോടുള്ള വാശി അങ്ങനെയൊന്നുമില്ല. അവർ പറഞ്ഞതിലും എല്ലാം നല്ല ഉണ്ടാവും. ചിലപ്പോൾ ആ ഫുട്ബോളിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഇതിൻ്റെ അത്ര ഉള്ളൊരു ഹൈറ്റിലെത്താൻ പറ്റില്ലായിരുന്നു. അത്ര ആലോചിച്ചാൽ മതിയല്ലോ. ഇക്കാക്കുണ്ട്. പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ല പുലർച്ചെ എൻ്റെ ഒപ്പം എണീറ്റ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് തോന്നണില്ല വേറൊരു കൂട്ടുകാരത്തി വരുന്നു. അവളുണ്ട്, ഹുദാശ്വ. പിന്നെ ഉമ്മ ഉപ്പ അനിയനും കട്ട സപ്പോർട്ടാണ്. അനിയൻ എന്ത് ചെയ്താലും ഏറ്റവും എന്നെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെന്റ് അവനക്കായിരിക്കും. അത്യാവശ്യത്തിനുണ്ട്. അതിന്റെ കൂട്ടുകാരത്തി. ഈ പുലർച്ചക്കൊക്കെ ഒരു കൂട്ടുകാരത്തിൻ്റെ പ്രാന്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ചിലരുടെ കാര്യമല്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഒരാൾ ഇത്രയും വലിയൊരു ഡ്രീമും കൊണ്ട് ഇറങ്ങിയിരിക്കുമ്പം എൻ്റെ ഒരു മൈൻഡിൽ അവരെത്ര പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മളൊരു സപ്പോർട്ട് കുറവുകൊണ്ട് അവർക്കൊന്നും ഒരു നഷ്ടം ഉണ്ടാവരുത്. ആ ഒരു ഐഡിയോളജിയാണ്. അപ്പം പുലർച്ചെ ആവട്ടെ പാതിരാത്രി ആവട്ടെ അവൾ എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. എങ്ങനെയാണ് പുലർച്ചെ എന്നൊക്കെ പറഞ്ഞാൽ 3-4 മണി അത്രക്ക് വേണ്ട. നമുക്കൊരു സുബൈ കഴിഞ്ഞൊരു 5-6 മണി മുതൽ സ്റ്റാർട്ടാകും. നിങ്ങളാണോ ഇതിൻ്റെ വീഡിയോ ഷൂട്ടറും എഡിറ്ററും ഒക്കെ നിങ്ങളാണ്? അത്ര മാത്രം അത് എലാബറേറ്റ് ചെയ്യാൻ മാത്രമല്ല, എന്താണ് ഹെൽപ്പ് അവർക്ക് വേണ്ടത് അതെൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അത് വീഡിയോഗ്രാഫി ആണോ, എഡിറ്റിംഗ് ആണോ, സ്ക്രിപ്റ്റിംഗ് ആണോ, ഇനി ഇമോഷണൽ സപ്പോർട്ടാണോ, അതെന്ത് രീതിക്കും ഉണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും. ഈ നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളൊന്നും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ ഫ്രീ സ്റ്റൈലൊന്നും വരാത്തില്ല. ഇങ്ങനെ ഒരു ഭ്രാന്തി കണ്ടപ്പം ഇത് നടക്കുന്നോ അല്ലെങ്കിൽ ഇതൊരു ആവശ്യമില്ലാത്ത സ്വപ്നം നമുക്ക് തോന്നിയോ? ഒരിക്കലില്ല. കാരണം എനിക്ക് അമ്മനെ 4 വയസ്സ് മുതൽ അവൾക്കുള്ള 4 വയസ്സ് മുതലുള്ളപ്പം അറിയുന്നതാണ്. അപ്പോഴേ ഭയങ്കര ഡിഫറെൻറ്റ് ഐഡിയാസ് ഉള്ള ഒരാളാണ്, ഭയങ്കര ഇന്നോവേറ്റീവാണ്. അപ്പം ഓളെന്തൊരു ഐഡിയ പറഞ്ഞാലും ഞാൻ അതിന് റെഡിയാണ്. ഇപ്പോൾ പോകാൻ പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ പോവാം, നമുക്ക് എടുക്കാം, നമുക്ക് ചെയ്യാം, നമുക്ക് പറ്റാത്തൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റാണ്.
ഒറ്റ മൈൻഡ്. നിങ്ങൾ കളിക്കുമോ? ഞാൻ കളിക്കില്ല, ഞാൻ ക്യാമറേൻ്റെ ബാക്കിലും ഇവിടെ ക്യാമറേൻ്റെ മുന്നിലും. ഇനി എന്താണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താ തോന്നുന്നത്? എനിക്ക് എൻ്റെ ലൈഫിൽ ഇവിടെ ഇത്രയൊരു പ്രൗഡ് മൊമെൻ്റ് ഇല്ലയെന്ന് ഞാൻ പറയായിരുന്നു. പക്ഷേ കുറേ പ്രൗഡ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പൊട്ടിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര പ്രൗഡാണ്. 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ജഗിൾ ചെയ്ത ഫ്രീ സ്റ്റൈലർ എന്നുള്ള ഗിന്നസ് റെക്കോർഡിലേക്കുള്ള യാത്രയിലാണ് അമ്ന. മീഡിയ വണ്ണിൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ദോഹയിൽ നിന്ന് അഷ്റഫ് മുഹമ്മദ്, അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ.